സലാം സുല്ലമിയുടെ ലേഖനം ഉണ്ട്. സംസം വെള്ളത്തിന് ഒരു പ്രത്യേകതയില്ല, അത് സാധാരണ വെള്ളം പോലെയാണ്, അത് കുടിക്കുന്നതിലും പ്രത്യേകമായിട്ട് പുണ്യമൊന്നുമില്ല, അതുവേണ്ടി അത് മുജാഹിദുകളെ ഹദീസ് ദുർവ്യാഖ്യാനിക്കുകയാണ് എന്ന് നമ്മുടെ പാഠപുസ്തകത്തിൽ ഒരു ഹദീസ് കൊടുത്ത് മുസ്ലിം എന്ന് തെറ്റായി ചേർത്തുപോയത്. മുസ്ലിമിലില്ലാത്ത ഒരു ഭാഗം അതിലുണ്ട്, മുസ്ലിമിന്റെ ഹദീസിന്റെ ഭാഗമുണ്ട്, മുസ്ലിമിലില്ലാത്ത ഒരു ഭാഗം പക്ഷെ സ്വഹീഹാണ്. അത് മുസ്ലിം എന്ന് ചേർത്തുപോയത് എടുത്തു കാണിച്ച് വലിയ അബദ്ധമായി അത് സംസം വെള്ളത്തിന്റെ പ്രത്യേകത നിഷേധിച്ചു. പിറ്റത്താഴ്ച ശബാബിൽ ലേഖനം, ആരുടെ, NV സക്കരിയ മൗലവിയുടെ ലേഖനം, സംസം വെള്ളത്തിന്റെ പ്രത്യേകത ഒരിക്കലും നമ്മൾ തള്ളാൻ പാടില്ല, അത് സ്വഹീഹായ ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടതാണ് എന്നൊക്കെ പറഞ്ഞു. ആര് പറഞ്ഞതാ സ്വീകരിക്കേണ്ടത്? ഏതാ മടവൂരികളുടെ നിലപാട്? ഇസ്ലാമിക പ്രമാണമനുസരിച്ച് മടവൂരികൾക്ക് നിലപാട് പറയാൻ കഴിയോ? സലാം സലമിയുടെ എന്നിട്ട് ഒരു ലേഖനമൊക്കെ കൊടുക്കുമ്പോ കുറച്ചൊക്കെ മര്യാദ കൊടുക്കുന്ന ആളുകൾ പാലിക്കണ്ടേ? എഴുതുന്ന ആൾക്ക് അതുണ്ടാവില്ലെങ്കിലും എഴുതുന്ന ആള് വളരെ കൃത്യമായി അറിയാവുന്നത് കൊണ്ട് എഴുതി, പക്ഷെ കൊടുക്കുന്ന ആളുകൾക്ക് ഒരു മര്യാദ ഇല്ലേ? അതിൽ എഴുതുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒക്കെ ഒരു കുടുംബ ഡോക്ടർ ഉണ്ടായിരുന്നു, ഫാമിലി ഡോക്ടർ അള്ളാഹുവിന്റെ റസൂൽ ഉണ്ടായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട് സലാം സുല്ലമി. അതിനെ പരിഹസിച്ചുകൊണ്ട് സക്കരിയ മൗലവി എഴുതാണ്. അത് ഈ ഹദീസ് ഉദ്ധരിച്ചതിൽ ത്വയ്യിബ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്, അത് ത്വബീബ് എന്ന് തെറ്റി വായിച്ചതാവും സലാം സുല്ലമി. ത്വബീബ് എന്ന് പറഞ്ഞ ഡോക്ടറാണല്ലോ. അപ്പൊ ഈ ത്വയ്യിബ് എന്ന് കണ്ടപ്പോ ത്വബീബ് എന്ന് വായിച്ചിട്ട് അത് അള്ളാഹുവിന്റെ റസൂലിന് കുടുംബ ഡോക്ടർ ഉണ്ട് എന്ന് വിചാരിച്ചതാണ് എന്ന് സലാം സുല്ലമിയെ കുറിച്ച് ശബാബിൽ വന്നു. ത്വയ്യിബും ത്വബീബും അറിയാത്ത സലാം സുല്ലമിയെയാണോ മടവൂരികൾ അംഗീകരിക്കുന്നത്? അതല്ല, ഈ ആളുകളെയാണോ?